പല്ലെടുക്കുമ്പോൾ സൂചി ഒടിച്ചു കയറ്റുന്ന പിഴവിന്റെ ചികിത്സ. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഗുരുതര അനാസ്ഥ. പല്ലിന് ചികിത്സ തേടിയ രോഗിയുടെ വായിൽ സൂചി ഒടിഞ്ഞു കയറി. വായിൽ സൂചിയുണ്ടെന്ന് പിന്നീട് കണ്ടെത്തിയെങ്കിലും കൃത്യമായ ചികിത്സ നൽകാതെ തട്ടിക്കളിച്ചു. മാസങ്ങൾക്ക് ശേഷം വീണ്ടും ആശുപത്രിയിലെത്തിയപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടാൻ ആശുപത്രി അധികൃതർ പറഞ്ഞെന്നാണ് രോഗിയായ ശില്പയുടെ പരാതി. കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതിയാണ് നന്ദിയോട് സ്വദേശി ശില്പ പല്ലുവേദനയായി ജില്ലാ ആശുപത്രിയിൽ ദന്തലോപ്പിയിൽ ചികിത്സയ്ക്കെത്തിയത്. മാർച്ച് 29-ന് റൂട്ട് കനാൽ ചികിത്സ നടത്തി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചികിത്സിച്ച ഡോക്ടർ ശില്പയെ തിരികെ വിളിച്ച് എക്സ്റേ എടുപ്പിച്ചു. എക്സ്റേയിൽ വായ്ക്കുള്ളിൽ സൂചി ഒടിഞ്ഞിരിക്കുന്നത് കണ്ടെങ്കിലും മറ്റ് പ്രശ്നമുണ്ടാവില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം പല്ലുവേദന സഹിക്കാനാകാതെ വീണ്ടും ആശുപത്രിയിൽ ചികിത്സ തേടി. എന്നാൽ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞുവിടുകയാണ് ഉണ്ടായത്. മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരാകട്ടെ റൂട്ട് കനാൽ ചെയ്ത ആശുപത്രിയിൽ തന്നെ ചികിത്സ തേടണമെന്ന് നിർദ്ദേശിച്ച മടക്കി. അതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് സേഫായ സ്ഥലത്താണ് ഇരിക്കുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല, അത് വെച്ച് ഫില്ല് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. പെയിൻ കില്ലറിൻ്റെ സഹായത്തോടെയാണ് ഇപ്പം നിൽക്കുന്നത്. നല്ല വേദനയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് ഡോക്ടറോട് ചോദിച്ചപ്പോഴത്തേക്കും മെഡിക്കലിലോട്ട് റെഫർ ചെയ്തു. പക്ഷേ മെഡിക്കൽ ചെന്നപ്പോഴത്തേക്കും അവർ പറയുന്നത് നെടുമങ്ങാട് തന്നെ ചെയ്താൽ മതി എന്നാണ്. എനിക്കാണെങ്കിൽ അതിനുള്ള പ്രൈവറ്റിലൊന്നും പോയി ചെയ്യാനുള്ളൊരു സാമ്പത്തിക ഒന്നുമുള്ള കുടുംബമല്ല നമ്മുടേത്. ഇപ്പം എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഇരിക്കുകയാണ്. പിന്നാലെ ശില്പ നെടുമങ്ങാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകി. സൂപ്രണ്ട് അവധിയിലായതിനാൽ ചാർജ് ഓഫീസറാണ് പരാതി സ്വീകരിച്ചത്. പരാതിയിൽ കാര്യമായ മറുപടി ലഭിച്ചില്ലെന്നും ശില്പയ്ക്ക് ആക്ഷേപമുണ്ട്. ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകുന്നതും ആലോചിച്ചു വരികയാണ്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടാനുള്ള സാമ്പത്തിക അവസ്ഥയില്ലാത്തതിനാൽ വായ്ക്കുള്ളിലെ സൂചി കാരണം വേദന അനുഭവിക്കുകയാണ് ശില്പ. 24 തിരുവനന്തപുരം.